ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് 777 ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലുതെ വരുന്ന റീഡിംഗ് ആണ്. ഇവിടെ ഡെവിൾ കാർഡാണ് ആദ്യം വന്നിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാവാൻ കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ്, ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ അവരുടെ വാക്കോ പ്രവൃത്തിയോ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാവാൻ കാരണമെന്ന് യൂണിവേഴ്സ് പറയുന്നു. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് വാൻസിൻ്റെ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ ആ വ്യക്തികളുടെ വാക്കുമൂലം അവരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി എന്നാണ് പറയുന്നത്. അവരുടെ വാക്കും പ്രവൃത്തിയും തന്നെയാണ് തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയില്ലേ, ആ ഒരു എനർജിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. ഇവിടെ ഓൾഡ് സ്റ്റോറീസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവർക്കറിയാം അവരാണ് തെറ്റ് ചെയ്തത്. എങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവരുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് എന്നുള്ള തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട്. അതാണ് ഓൾഡ് സ്റ്റോറി ആയിട്ട് കാണിക്കുന്നത്. ഓൾഡ് ബാറ്റിൽസിനെയും കാണിക്കുന്നു. നിങ്ങളും അവരും തമ്മിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ചെറിയ വാക്ക് തർക്കം പോലെയോ യുദ്ധം പോലെയൊക്കെ കരുതാം. അതൊക്കെ ഈ ഒരു സെപ്പറേഷന് കാരണമാണ് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ അവർ ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്ന് അവർ തിരിച്ചറിയുകയാണ്. മറ്റുള്ളവരെ എനർജിയാൽ അവർ ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്ന് അവർ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് ബൗണ്ടറീസ് വെച്ചതെന്ന് പറയുകയാണ്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട്. ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റുള്ള വ്യക്തികളുടെ എനർജീസ് ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഇവിടെ ഫിനിഷ് ചെയ്യപ്പെടാതെ, പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന സ്വപ്നങ്ങളെ കാണിക്കുകയാണ്. അത് നിങ്ങളുമൊത്തുള്ളൊരു ജീവിതമാണ്. നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് കൊടുക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാണ്. അപ്പോൾ അത് തുടങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അത് പഴയതുപോലെ ആകുമോ എന്നുള്ളൊരു ചിന്തയും ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അതും റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ജലസി പേഴ്സണെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രോഗ്രസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റം ഉണ്ടല്ലോ, അതിൽ ഒത്തിരി പേർക്ക് ജലസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. ഇവിടെ അഫ്രൈഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതം പ്രോഗ്രസ്സിൽ എത്തുന്നതാണ് അവർക്ക് പ്രശ്നമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിൽ വരാൻ നെഗറ്റീവ് വ്യക്തികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ ഒരു അസൂയ കാണുന്നത്. നിങ്ങളുടെ പ്രോഗ്രസ്സിൽ നിങ്ങൾ ഒന്ന് തോറ്റുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ സെൽഫ് കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ ആരെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നു. എല്ലാവരും നിങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിക്കുന്ന വ്യക്തികളല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നു. പിന്നെ ചെറിയ ചെറിയ പോരായ്മകൾ വരുമ്പോൾ, നെഗറ്റീവ് എനർജീസ് വരുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ മാത്രമാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളിലേക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് പറയുന്നു. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് വാൻസിൻ്റെ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഐ ടു ഐ നോക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാ പറയുന്നേ. നിങ്ങളും അവരും അടുത്തിരുന്നുണ്ടാവാം, തൊട്ടടുത്ത് ഒരു കയ്യെത്തും ദൂരത്തൊക്കെ ഉണ്ടായിരുന്നുണ്ടാവാം. പക്ഷേ ഐ ടു ഐ കോണ്ടാക്ട് സാധിച്ചിട്ടില്ല എന്നാ പറയുന്നേ. ഇവിടെ നിങ്ങളും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ ഐ കോണ്ടാക്ട് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സെൽഫ് ഡൗട്ടിനെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണ് അവരെ തന്നെ ഇന്നൊരു സംശയമായിട്ട് നിൽക്കുകയാണ്. കാരണം ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ചിന്ത ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരു ഭയത്തെയും കാണിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും ഫെയിലിയർ ആണെന്ന് അവർ ചിന്തിക്കുകയാണ്. അവർ ആഗ്രഹിച്ചതൊന്നും അവർക്ക് നേടാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അവരുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോഴും ആ ഒരു തടസ്സങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. നിങ്ങളും ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ ജീവിതത്തിലും ഞാൻ ആഗ്രഹിച്ചത് നേടാൻ സാധിച്ചിട്ടില്ല, തടസ്സങ്ങളുണ്ട് എന്നാണ്. എന്നിലെ ആ ഒരു പോസിറ്റീവ് എനർജി നഷ്ടമായോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ കാണിക്കുകയാണ്. ഹൈ പ്രീസ്റ്റസ് എനർജി റിവേഴ്സ് ആണ്. ഇവിടെ രഹസ്യം സൂക്ഷിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാം. ഇവിടെ നിങ്ങളും അവരുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് പോലും അവർ നിങ്ങളോട് ഒരു കാര്യം പറയാതെ വെച്ചിട്ടുണ്ട്, മറച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു സീക്രട്ട് അവരിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വെച്ച് ഇവിടെ അവർ ഗോസിപ്പിനെ ഭയന്നിരുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ ബന്ധത്തിൽ
മറ്റുള്ളവർ എന്തു പറയും എന്നുള്ളൊരു ചിന്ത അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു കാര്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഗോസിപ്പിനെ ഭയക്കുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ അവരുടെ കഴിവിൽ തന്നെ ഒരു ട്രസ്റ്റ് കുറവാ കാണിക്കുന്നേ. നമ്മൾക്ക് ചില കാര്യങ്ങൾ നേടാതെ വരുമ്പോൾ, ചില കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ കഴിവിൽ തന്നെ ഒരു പോരായ്മ തോന്നില്ലേ? എനിക്കതിന് സാധിക്കുമോ എന്നുള്ള ചിന്ത വരില്ലേ? അപ്പോൾ സംശയമാണ്. എനിക്ക് എൻ്റെ കഴിവിൽ തന്നെ സംശയമാണ് എന്ന് അവർ ചിന്തിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ എനർജി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് സ്നേഹവും കാര്യങ്ങളും ഉണ്ട്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ യെസ് പറയുമോ എന്നുള്ള ചിന്തയെ ഇവിടെ കാണിക്കുന്നു. നിങ്ങളിൽ നിന്നും ഒരു ആൻസർ കിട്ടാൻ, പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ കിട്ടാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾ പറയുന്നത് ഒരു തുടക്കത്തെയാണ്, ന്യൂ ബിഗിനിങ്ങിനെയാണ്, ടാസ്കിനെയാണ്. ഇവിടെ നിങ്ങളും അവരും തമ്മിലുള്ള ഫ്യൂച്ചർ അവർ പദ്ധതിയിടുന്നുണ്ട്. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള അബണ്ടൻസിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് തിരിച്ചു വരണമെന്ന്, തിരിച്ചു കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മാനിഫെസ്റ്റിംഗ് പവറിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നേക്കാളും കൂടുതൽ അവർ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ തിരിച്ചുവരവിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അനുയോജ്യമായ സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് ഫോക്കസ് എന്നാണ് പറയുന്നത്. അവരുടെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ ചാരിറ്റി പറയുന്നത് ഒരു തിരിച്ചുവരവാണ്, സ്പീഡായിട്ടുള്ള ആക്ഷനെയാണ്. അവരെടുക്കുന്ന തീരുമാനം പോസിറ്റീവ് എനർജി ആയിട്ട് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുകയാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്, അവിടെ തീരുമാനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആയിരുന്നു. ഇന്ന് സ്വയം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനം അവരെടുത്തു കഴിഞ്ഞു എന്നാണ്. ഇവിടെ അവരുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്, പദ്ധതി ഇടുന്നത് എന്ന് പറയുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഫ്യൂച്ചർ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. 5 ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് ആണ്. ഫീലിംഗ് ഗിൽറ്റി എന്നാണ് പറയുന്നത്. അവർക്ക് വിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ് കാണിക്കുന്നത്. അവർ പ്രോഗ്രസ് നോക്കി കാണുന്നുണ്ട്. അവർക്ക് വിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ള തിരിച്ചറിവുണ്ട്. പല കാര്യങ്ങളിൽ അവർക്ക് തടസ്സം, ഡിലേ വന്നിട്ടുണ്ട്. അതാണ് വിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് ഇവിടെ കാണിക്കുന്നത്. അവർ ചെയ്ത തെറ്റ് തന്നെയാണ് അവരിലേക്ക് പല കാര്യങ്ങളും തടസ്സം വന്നിട്ടുള്ളത്. ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് അവർ എത്തിയെന്നാണ്. അപ്പോൾ തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിലേക്ക് അവർ എത്തിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ തിരിച്ചറിയപ്പെടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് ലെസൺസ് പഠിച്ചിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി കാണിക്കുന്നു. ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ കൂടെ നിങ്ങൾ എപ്പോഴും വേണമെന്നാണ്. ഇന്ന് നിങ്ങളെ കാണുവാനായിട്ട് അവർ അത്രമാത്രം ആഗ്രഹിക്കുകയാണ്, അവരുടെ എനർജി ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് പെന്റക്കിൾ റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളതേ സീക്കിംഗ് സ്റ്റാറ്റസ് എന്നുള്ള എനർജിയാണ്. അവരുടെ പ്രോഗ്രസ് കണ്ടുകൊണ്ട് സെൽഫിഷ് എന്ന് പറയില്ലേ, അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോയിട്ടുള്ളതെന്ന് പറയുകയാണ്. ഒരു ബാലൻസ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, നല്ല രീതിയിൽ അവർക്ക് ജീവിക്കണം. അങ്ങനെയൊക്കെ മറ്റുള്ളവർ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്, തേർഡ് പാർട്ടി ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ പ്രോഗ്രസ് ഒന്നും ഉണ്ടാവില്ല, ഒരു സ്റ്റാറ്റസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. അതവർ ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ എൻ്റെ പേഴ്സണെ വേദനിപ്പിച്ചിട്ടുള്ളത്, അവിടെയൊക്കെ എനിക്ക് തിരിച്ചടിയാണ് ലഭിച്ചിട്ടുള്ളത് എന്നവർ തിരിച്ചറിയാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് ലെസൺ തന്നെയാണ് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് സ്റ്റഡി ഡിസയേഴ്സ് ആൻഡ് അവേർട്ട് എന്നുള്ളൊരു എനർജിയാണ് അവർ നിങ്ങളിലേക്ക് വരികയാണ്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ മിസ്സിംഗ് ദി സൈൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത പറയാണ്. സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ ഹേർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളാണ് ഹേർട്ട് നിറയിരിക്കുന്നത് കേട്ടോ. അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് യൂണിവേഴ്സ് അവരെ ഓർമ്മിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ജലസ് പാർട്ട്ണറെയാണ് കാണിക്കുന്നത്. ചെറിയ രീതിയിൽ നിങ്ങളോട് ഒരു ജലസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സെപ്പറേഷനിൽ വന്നേ പിന്നെയാണ് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുള്ളത്, ഒരു പ്രോഗ്രസ് വന്നിട്ടുള്ളത്. ആദ്യമൊക്കെ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോയിരുന്നു, അവരുടെ ഒരു സേഫ്റ്റി, അവരുടെ പ്രൊട്ടക്ഷനൊക്കെ നോക്കിയിരുന്നത്. പിന്നീട് നിങ്ങൾക്ക് മാറ്റം വന്നപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾ തിരിച്ചറിയാണ്, നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാണ്. നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റം, പ്രോഗ്രസ് ഒക്കെ ചെറിയ രീതിയിൽ അവർക്ക് ജലസുള്ളതായിട്ട് കാണിക്കുകയാണ്. ഇവിടെ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അത് നിങ്ങളെന്ന വ്യക്തി അവരിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കുന്നത്. തെറ്റവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല.
ഓക്കെ. 10 ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ മിസ്കമ്മ്യൂണിക്കേഷനെയാണ് യൂണിവേഴ്സ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ട്രഗ്ലിംഗ് റിലേഷൻഷിപ്പ് ആയിട്ട് ഇപ്പോൾ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങളും അവരും ഒരുപോലെ തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ പ്രോഗ്രസ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുപോലെ വേദനിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അത്രയും ലവ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്, സ്നേഹമുണ്ട്, അൺകണ്ടീഷണൽ ലവ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരുപോലെ താങ്ങാനാവുന്നില്ല എന്ന് പറയുന്നേ. നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരങ്ങൾ ഇങ്ങനെ അടുത്ത് വരുന്നു, വീണ്ടും ഡിലേ വരുന്നു, അവസരങ്ങൾ വരുന്നു, ഡിലേ വരുന്നു. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജീസ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ്. 10 ഓഫ് വാൻസിന്റെ എനർജി പറയുന്നു ഹെവി ബാഡൻസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ഭാരങ്ങൾ വഹിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ ഇവിടെ ഒരു ഭാരമായിട്ട് കാണിക്കുന്നേ. അവരുടെ ഫാമിലി അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അവരുടെ ഇഷ്ടങ്ങൾ പോലും അവർ മാറ്റിവെക്കാൻ തയ്യാറായിട്ടുള്ളത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ നിങ്ങളുടെ പ്രെയർ, നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നത്. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ, നിങ്ങളിലേക്ക് വരുവാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ തീരുമാനം എന്ന് പറയുന്നത് ഉറച്ച തീരുമാനമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളോട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഫ്യൂച്ചർ അവർ പദ്ധതിയിടുന്നതായിട്ടാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഇനി നിങ്ങൾക്കാണ് പ്രയോറിറ്റി തരുന്നതായിട്ട് കാർഡ് മീൻ ചെയ്യുന്നത്. ഹെവി ബർഡൻസ് ഉണ്ടെങ്കിൽ കൂടിയും, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ കൂടിയും ഇവിടെ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യാണ്. കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് എന്നിൽ പ്രവർത്തിക്കണം, എൻ്റെ പേഴ്സണ് എന്നിലേക്ക് കൊണ്ടുവരണം, അവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള ഹോപ്പിനെ, ആ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള ഡേറ്റ്, ആ ഒരു സമയത്തെ ഞാൻ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൈം കാർഡ് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കാർഡിൽ പറയുന്നത് ഓൺ ഡേറ്റ് 2/11/2029 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് മദർ ഓർ മദർ ലൈക്ക് ലേഡി ഹെൽപ്പ്. അപ്പോൾ ഈ ഡേറ്റ് നോക്കുക, 2/11/2029 മാസം, ഈ മാസം അല്ലെങ്കിൽ അടുത്തത്. അപ്പോൾ ഈ മാസം എന്തായാലും കഴിഞ്ഞു, ഇന്ന് 29 ആണ്, അത് നോക്കണേ. അപ്പോൾ എന്തൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ലേഡി അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ലേഡിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ഓൺ ഡേറ്റ് 1/10/1928 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് ഫാദേഴ്സ് ഹെൽപ്പ്. അപ്പോൾ പിതാവിൽ നിന്നുള്ള അനുഗ്രഹം അല്ലെങ്കിൽ അവർ ത്രൂ ആണ് നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോണ്ടാക്റ്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ഇൻ 60 ഡേയ്സ്, 60 ദിവസം അതിനുള്ളിൽ, അതായത് 2 മാസത്തിനുള്ളിൽ, ഇൻ 16 ഡേയ്സ് 16 ദിവസം, ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇത്രയും കാർഡ്സിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏത് കാർഡാണ് വാലിഡ് ആവാണ്, നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഓക്കെ, റീഡിങ് ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം നിംസ്.